നിതിന്റെ നെഞ്ചിൽ ചേർന്നിരുന്ന് കരയുന്ന ഗൗരിയെ കണ്ടോണ്ടാണ് നീലിമയും അമ്മുവും അജുവും അഞ്ചുവും പാത്തും ഒക്കെ ഗൗരിയുടെ വീട്ടിലേക്ക് വരുന്നത്. എന്തേട്ടാ, എന്താ പറ്റിയേ? നീലിമ വെപ്രാളത്തോടെ ഗൗരിയുടെ അടുത്തേക്ക് വന്നു. എനിക്കറിയില്ല മോളെ, രാവിലെ ഛർദിച്ചതിന് ശേഷം കയറി കിടന്നതാ. രാവിലെ അവള് സുഖമില്ലാതെ കിടക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാൻ തോന്നിയില്ല, അതാ ഞാനിങ്ങി പോകുന്നത്. വന്നപ്പോ വയറ് രണ്ട് കൈയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ കുറച്ചു നേരമായതേ ഉള്ളൂ. ഏട്ടത്തിരി അടുത്തുനിന്ന് പോയിട്ട്. അതിനിടയ്ക്ക് എന്താ പറ്റിയേ? നീലിമ ഗൗരിയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അവളുടെ കണ്ണൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് പൾസൊക്കെ നോക്കി. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഏട്ടാ. ചെറിയ കാര്യത്തിന് വരെ സങ്കടം വരും, ചെറിയ കാര്യത്തിന് വരെ ദേഷ്യം വരും. അതൊക്കെ ഹോർമോൺ ചേഞ്ചസിൻ്റെതാ, അതൊന്നും കാര്യമാക്കണ്ട. നീലിമ ചെറു ചിരിയോടെ പറഞ്ഞതും നിതിനും അപ്പോഴാണ് ആശ്വാസമായത്. എന്നാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേട്ടാ. ഞാൻ കൂടെ വരണോ? നീലിമ ചോദിച്ചതും നിതിൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ആനന്ദനെ ഫോൺ ചെയ്തു. ആരുടെയെങ്കിലും കാർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അമ്മു ഗൗരിയുടെ അടുത്തേക്ക് ഇരുന്നു. അവളുടെ കയ്യിലേക്ക് പിടിച്ചു. ഗൗരി ദയനീയമായി അമ്മുവിനെ നോക്കി. ഒന്നുമില്ല ഏട്ടത്തി, ഹോസ്പിറ്റലിൽ പോയി വാ. അതും പറഞ്ഞിട്ട് അമ്മു ഗൗരിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു. എന്നിട്ട് വേഷം മാറാൻ പോയി. ഗൗരിക്ക് നല്ല ഒരു വേഷം ഇട്ടുകൊടുക്കാൻ നീലിമയെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. ഗൗരിയെ നീലിമയും അമ്മവും കൂടെ ഒരു ചുരിദാർ ഇടിപ്പിച്ച് മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുമ്പോഴും ഗൗരിയുടെ കണ്ണുകൾ അംബികയിൽ തന്നെയായിരുന്നു. അഞ്ജുവിനോടും പാത്തുവിനോടും എന്തൊക്കെയോ സങ്കടം പറഞ്ഞു നിൽക്കുമായിരുന്നു അംബിക. അവരുടെ അഭിനയം കണ്ടപ്പോൾ ഗൗരിക്ക് അവരുടെ തലയ്ക്ക് എന്തേലും എടുത്ത് ഒരടി കൊടുക്കാൻ തോന്നി. നിതിൻ റെഡി റൂമിലേക്ക് വന്നതും നീലിമയും അഞ്ജുവും പാത്തും സുഭദ്രയും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞതും പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും നിതിൻ ഗൗരിയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ആനന്ദൻ കാറിൽ നിന്നും വേഗം സിറ്റോഡിലേക്ക് ഓടിക്കയറുതും നിതിൻ ഗൗരിയും കൊണ്ട് സിറ്റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. ആ, എന്തേട്ടാ പറ്റിയേ? ആനന്ദൻ വന്ന് ഗൗരിയെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഛർദ്ദിച്ചിന്റെ ക്ഷീണമാണ്, വേറൊന്നുമില്ലടാ. അതും പറഞ്ഞ് നിതിൻ മുന്നോട്ട് നടന്നു. ആനന്ദനും നിതിനും കൂടെ ഗൗരിയെ കാറിലേക്ക് കയറ്റിയിരുത്തി. അവളുടെ കൂടെ നിതിനും കയറിയിരുന്നു. ആനന്ദൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നതിന് മുന്നേ സീറ്റ് ഔട്ടിലേക്ക് ഒന്ന് നോക്കി. എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന നീലിമയുടെ മുഖത്തേക്ക് അവന്റെ കണ്ണുകൾ ഉടക്കി. അപ്പൊ തന്നെ അവളും അവനെ നോക്കി. അവളും അവനെ നോക്കുന്ന കണ്ട് കണ്ണുകൾ കൊണ്ട് അവളോട് യാത്ര പറഞ്ഞിട്ട് അനന്തൻ കാറിലേക്ക് കയറി. അവര് പോന്ന് നോക്കിയെന്ന അംബിക വേഗം അകത്തേക്ക് കയറിപ്പോയി. ഒന്നും വിട്ടുപോകാതെ മോളെ വിളിച്ചറിയിക്കാനുള്ള ഓട്ടമായിരുന്നു അത്. മറ്റൊരാൾ കണ്ടാൽ സങ്കടം കൊണ്ട് വേഗം മുറിയിലേക്ക് പോയതെന്നേ തോന്നും. അവരങ്ങ് പോയതും സുഭദ്ര ഓടിപ്പിടിച്ച് നീലിമയുടെ വീട്ടിലേക്ക് വന്നു. എന്താ എന്താ പറ്റിയ ഗൗരിമോൾക്ക്? അവർ സങ്കടത്തോടെ നീലിമയോട് ചോദിച്ചു. നീലിമ അവിടെ നടന്ന കാര്യം ചുരുക്കത്തിൽ ഭദ്രയോട് പറഞ്ഞു കൊടുത്തു. നീലിമ പറയുന്ന കേട്ടതും ഗൗരിക്കും കുഞ്ഞിനും ഒന്നും പറ്റരുതെന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ എല്ലാവരുടെയും സംസാരം ഗൗരിയെ പറ്റിയായിരുന്നു. അതിനിടയിൽ സുഭദ്ര അംബികമ്മയെ തിരക്കി അകത്തേക്ക് പോയി. നീലുവിന്റെ സങ്കടം കണ്ടപ്പോൾ പാത്തുവിനും അഞ്ജുവിനും സഹിക്കാൻ പറ്റിയില്ല. അജു അമ്മുവിന്റെയും നീലുവിന്റെയും മൂട് മാറ്റാൻ എന്തൊക്കെ തമാശ പറയുന്നുണ്ടായിരുന്നു. കൂടെ പാത്തുവും കൂടിയപ്പോൾ ഏതാണ്ട് അവിടെ പ്രവൃത്തി വിജയം കണ്ടു. വലിയ തിളച്ചമില്ലാതെ ചിരി രണ്ടുപേരുടെയും മുഖത്ത് വിരിഞ്ഞു. അതിനിടയിൽ അംബികമ്മ സുഭദ്രയുടെ മുന്നിൽ നല്ല അമ്മായിമ്മയാകാൻ വേണ്ടി കള്ളക്കണ്ണുനീരും കാണിച്ചു. അവരോട് ആവലാദികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. സുഭദ്രമ്മ അതൊന്നും അറിയാതെ അവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഗൗരിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അനന്തൻ നേരെ കടയിലേക്കാണ് ഗൗരിയെ കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതും നിതിനും അനന്തരം ഒരു ഹോട്ടൽ മുന്നിൽ കാർ നിർത്തി ഗൗരിക്ക് ആഹാരമൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. ഇടയ്ക്ക് നിശാന്ത് വിവരം അറിയാൻ ഒരുപാട് തവണ അനന്തനെയും നിതിനെയും മാറി മാറി വിളിച്ചിരുന്നു. അപ്പോഴേക്കും അനന്തനും നിതിനും വന്നിട്ട് പറയുമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിരുന്നു. അനന്തൻ കാർ കരയുടെ പാർക്കിങ്ങിലേക്ക് ഒതുക്കി നിർത്തിയതും നിശാന്ത് വേഗം കടയിൽ നിന്നും ഇറങ്ങി അവിടെ അടുത്തേക്ക് ചെന്നു. എന്തേട്ടാ, ഏട്ടത്തേക്ക് എന്താ പറ്റിയേ? അവൻ വെപ്രാളത്തോടെ നിതിനോട് തിരക്കി. കൂടെ കാറിനുള്ളിലേക്ക് തലയിട്ട് ഗൗരിയെ നോക്കുകയും ചെയ്തു. ആ, നീ ടെൻഷൻ അടിക്കാതെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, BP എന്ന് കൂടിയതാ. ഗൗരി ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിതിൻ പറഞ്ഞു. പിന്നെ ആഹാരം കഴിക്കാത്തതിന്റെ ക്ഷീണവും, അല്ലാതെ വേറൊന്നുമല്ല. ആ, ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചതാ. നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂടെ പോര്. അനന്തൻ കട നോക്കിക്കോളും. ഞാൻ എന്തായാലും ഇനി കടയിലേക്കില്ല. അതും പറഞ്ഞ് അനന്തൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ചാവി നിശാന്തിനെ ഏൽപ്പിച്ചു. കടയിലേക്ക് കുറച്ച് കാര്യങ്ങൾ അനന്തനോട് പറഞ്ഞു കൊടുത്തിട്ട് നിശാന്ത് കടയിലേക്ക് കയറി. കാർ എടുക്കുന്നതിന് മുന്നേ നിശാന്ത് തിരിഞ്ഞ് ഗൗരി ഒന്ന് നോക്കി. നിതിന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടക്കുകയാണ്. എന്തോ ആ കിടപ്പ് നിശാന്തിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അവരെന്ന് നിശ്വസിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. ഗൗരി നിതിനും വീട്ടിലേക്ക് വന്നപ്പോഴാണ് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും സമാധാനമായത്. എല്ലാവരും അവർ വരുന്നതുവരെ കഴിക്കാതിരുന്നത് കൊണ്ട് നീലിമ തന്നെ എല്ലാവരെയും നിർബന്ധിച്ച് കഴിക്കാൻ പിടിച്ചിരുത്തി. അമ്മുവിന് ഗൗരിയോട് ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നിതിൻ ചേട്ടൻ പോയി കഴിയുമ്പോൾ ഇവരൊക്കെ തോടിയിലേക്ക് തന്നെ ഇറങ്ങും. അപ്പോൾ ഏട്ടത്തേക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാനും പറ്റും എന്ന് കരുതിയിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും പോകുന്ന ലക്ഷണവും കാണുന്നില്ല.
എല്ലാം കൂടെ ചിന്തിച്ചപ്പോൾ അമ്മുവിന് അവൾക്ക് ടെൻഷൻ കൂടി. എന്തായിരിക്കും മേഡത്തിക്ക് എന്നോട് പറയാനുണ്ടാവുക? അതറിയാതെ തനിക്കിന്ന് ഉറങ്ങാൻ കഴിയില്ലെന്ന് അമ്മുവിന് അറിയാമായിരുന്നു. അമ്മ ഗൗരിയുടെ കാര്യം ആലോചിച്ച് നിശാന്തിന്റെ കാര്യം തന്നെ മറന്നു പോയിരുന്നു. വൈകിട്ട് നീലിമ കുളിയൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിൽ TV കണ്ടിരിക്കുന്ന നേരത്താണ് അനന്തന്റെ ബൈക്ക് മുറ്റത്ത് വന്നിരിക്കുന്നത്. നീലിമ ചെറുചീരിയുടെ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നു. ബൈക്കിൽ നിന്നും ഇറങ്ങുന്ന ആനന്ദനും കണ്ടു തന്നെ കണ്ടുകൊണ്ട് ഓടി വരുന്ന പെണ്ണിനെ. കുളിച്ച തലയിൽ ഒരു തോർത്തൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. നീലിമ തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്നത് അവനും കണ്ടിരുന്നു. ആ ചിരിക്ക് പകരം അവനും നൽകി ഒരു മനോഹരമായ ചിരി. എന്തേ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? നിന്റെ വാലുകളൊക്കെ എന്തിയേ? അനന്തൻ ചാവിയും കറക്കിക്കൊണ്ട് സീറ്റുകളിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. അവർക്ക് അമ്പലത്തിൽ പോയി അന്തേട്ടാ. ചെറുചീരിയോടെ തന്നെ നീലിമ മറുപടി പറഞ്ഞു. അപ്പോ താനെന്താ പോകാത്തേ? അനന്തന്റെ ഹാളിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് അമ്പലത്തിൽ കയറിക്കൂടാ, പീരിയഡ്സ് ആണ്. നീലിമ ഒന്നും ആലോചിക്കാതെ അനന്തനോട് പറഞ്ഞു. അത് കേട്ട് അനന്തനെന്ന് വല്ലാതെയെങ്കിലും പിന്നെ തല തിരിച്ച് അവളെ നിന്ന് നോക്കി. കുളിക്കഴിഞ്ഞെങ്കിലും നെറ്റിയിലും മേൽച്ചുണ്ടിലും ചെറുതായി വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിട്ടുണ്ട്. അവളുടെ നോട്ടം മൊത്തം TV-യിലേക്ക് തന്നെയാണ്. ഏതോ ഹിന്ദി സീരിയലാണ് കാണുന്നത്. അനന്തൻ ഇതുവരെ നീലിമയെ കാണാത്തതുപോലെ നോക്കിയിരുന്നു. TV-യിൽ പരസ്യം വന്നതും നീലിമ TV-യിൽ നിന്ന് നോട്ടം മാറ്റി അനന്തനെ നോക്കി. അപ്പൊ തന്നെ നോക്കി നിൽക്കുന്ന അനന്തനെ കണ്ടതും നീലിമയുടെ നെഞ്ചൊന്നാളി. അവനിൽ നിന്നും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ഭാവം. നീലിമയ്ക്ക് അവന്റെ മുഖത്തേക്ക് നോക്കി എന്തോ ഒരു നാണം പോലെ തോന്നി. ഹാൾ തന്നെയാണ് രണ്ടാളും നിൽക്കുന്നത്. നീലിമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തല കുനിച്ചു തന്നെ നിന്നു. പിന്നെ അവന്റെ നോട്ടം മാറി എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് ഒളിക്കണ്ണിട്ട് നോക്കുന്നുണ്ട് നീലു. TV-യിൽ പരസ്യം കഴിഞ്ഞ സീരിയൽ തുടങ്ങിയപ്പോൾ നീലിമ പിന്നെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. അനന്തൻ അവളുടെ ഓരോ പ്രവർത്തിയും കുഞ്ഞൊരു ചിരിയോടെ നോക്കിയിരുന്നു. അതെ, എനിക്കൊരു ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അനന്തൻ നീലിമയുടെ അടുത്തേക്ക് ചേർന്നെന്നുകൊണ്ട് പറഞ്ഞതും അവന്റെ ശ്വാസം ചെവിക്കുള്ളിലേക്ക് തട്ടിയതും നീലിമയൊന്ന് പൊളഞ്ഞുപോയി. നിമിഷ നേരം കൊണ്ട് നീലിമ കണ്ണുകൾ അടച്ചു കളഞ്ഞു. അതെ, ഇങ്ങനെ നിൽക്കാതെ എന്റെ ഭാര്യ പോയി ചേട്ടനൊരു ചായ ഇട്ടുകൊണ്ട് വായോ. ഒന്നോടി അനന്തൻ പറഞ്ഞതും പിന്നെ അവനെ നോക്കാതെ ഒറ്റ ഓട്ടമായിരുന്നു നീലിമ അടുക്കളയിലേക്ക്. അവള് പോകുന്നത് ചെറുചീരിയോടെ നോക്കി എന്നിട്ട് ആനന്ദൻ റൂമിലേക്ക് നടന്നു. നീലിമ അടുക്കളയിൽ ചെന്ന് നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചു വിട്ടു. എന്റെ മഹാദേവ, ആനന്ദേട്ടൻ തന്നെയാണോ അത്? നീലിമയ്ക്ക് ആനന്ദന്റെ ഇപ്പോഴത്തെ മാറ്റം വിശ്വസിക്കാൻ വയ്യായിരുന്നു. അവളിൽ ചെറിയ നാണം മുട്ടിട്ട് തുടങ്ങിയിരുന്നു. ആ നേരം കൊണ്ട് ആനന്ദനുള്ള ചായയുമായി ഹാളിലേക്ക് വന്നപ്പോൾ തന്നെ ആനന്ദൻ അവിടെയെങ്ങും കാണാനില്ല. എന്തോ ഒരു വെപ്രാളം അവൾ വന്ന് നിറഞ്ഞു. അവളുടെ നോട്ടം അവരുടെ റൂമിന് നേരെ പോയി. ആള് അവിടെ തന്നെ കാണും. നീലിമയ്ക്ക് രേവതി എന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ആ നേരം നീ എന്താ നീലു ആനന്ദേട്ടനെ വിളിക്കാഞ്ഞത്? ഒന്നാമത് നിങ്ങൾ രണ്ടും രണ്ടിടത്ത്, പിന്നെ നിങ്ങൾ രണ്ടും പ്രതീക്ഷിക്കാത്ത വിവാഹവും. അപ്പോൾ ഒരുപാട് അകൽച്ച വരാൻ സാധ്യതയുണ്ട്. നീ അവിടെ ആയിരുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ വേഗം സെറ്റായേനെ. ഇപ്പൊ നീ ഇവിടെയും ആനന്ദേട്ടൻ അവിടെയും. രേവതി നീലിമയുടെ ബെഡിൽ ഇരുന്നോണ്ട് പറഞ്ഞു. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും രേവതി? അതിന് ഇടയ്ക്കൊക്കെ ലീവ് എടുത്തു പോയി ആനന്ദേട്ടനുമായി സെറ്റാവാൻ നോക്ക്. ഒരകൽച്ചയും വരാതെ പെരുമാറാനും പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ ഇവിടെയും ഹോസ്പിറ്റലിലേക്ക് മാറാനും. അത്രയും പറഞ്ഞിട്ട് രേവതി ബാത്റൂമിലോട്ട് കയറി. ചായ എനിക്ക് തന്നെ കൊണ്ടുവന്നതാണോ? ചായ കൊണ്ട് വാതുക്കൾ എന്തോ ചിന്തയിൽ നിൽക്കുന്ന നീലിമയെ കണ്ടോണ്ട് അനന്തൻ ചോദിച്ചു. പെട്ടെന്ന് അനന്തന്റെ സൗണ്ട് കേട്ടതും നീലിമ ഞെട്ടിക്കൊണ്ട് അനന്തനെ നോക്കി. എന്താ ഒരാലോചനയൊക്കെ? പിന്നെയും അനന്തൻ ചോദിച്ചതും ഒന്നുമില്ലെന്ന് തലയാട്ടിയിട്ട് ചായ അവന് നേരെ നീട്ടി നീലിമ. അവളെ നിൽപ്പ് കണ്ട് ചിരി വന്നെങ്കിലും വലിയ മൈൻഡ് ചെയ്യാതെയാണ് അവൻ ചായക്കപ്പ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. ചായ കയ്യിൽ കിട്ടിയതും അനന്തൻ ചായയുമായി ഹാളിലേക്ക് വന്ന് സെറ്റിലേക്ക് ഇരുന്നു. ടീപ്പോയിലിരുന്ന റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി ന്യൂസ് ചാനൽ വെച്ചു. ഇങ്ങയുടെ ദേഹത്ത് നേരത്തെ അനിന്റെ പ്രേതം കയറിയതായിരുന്നോ? ഞാൻ കരുതി ഇങ്ങയുടെ കൽപ്പ് മാറിയതായിരിക്കുന്നു. എവിടെ മാറാൻ? ഇങ്ങേര് മാറതേ, ഞാനെന്തിനാ മാറുന്നത്? ഇനിങ്ങി വാ. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് നീലിമ ചവിട്ടിത്തുള്ളി റൂമിലേക്ക് തന്നെ പോയി. അവളുടെ കോപ്രായങ്ങളൊക്കെ അനന്തൻ ഒളി കണ്ണലെ കാണുന്നുണ്ടായിരുന്നു. തനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൾ മുന്നേയും ജോലിക്കും പഠിക്കാനും ഒക്കെ ഇവിടുന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പോഴൊന്നും തോന്നാത്ത ഒരു തരം വീർപ്പുമുട്ടലായിരുന്നു അവളില്ലാത്ത കുറച്ചു ദിവസം. താൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ? അനന്തൻ അവനോട് തന്നെ ചോദിച്ചു. ഇതിന്റെയൊക്കെ ഉത്തരം അത് തന്നെയാണിടൂ. അവന്റെ മനസ്സ് അവനോട് തന്നെ പറഞ്ഞു. പൊടുന്നനെ അവന്റെ മുഖത്ത് ഭംഗിയുള്ളൊരു ചിരി വിരിഞ്ഞു. അനന്തൻ കുറച്ചു നേരം TV-യിൽ ന്യൂസ് കണ്ടിരുന്നിട്ട് നീലിമയുടെ അനക്കൊന്നും കേൾക്കാതെ വന്നതും റൂമിലേക്കൊന്ന് ചെന്ന് നോക്കി. അപ്പ കണ്ടു കൊച്ചുകുട്ടികൾ കിടക്കും പോലെ കിടന്നുറങ്ങുന്നവളെ. ഇടയ്ക്ക് അവളുടെ മുഖത്ത് ചുളിയുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഈ സമയങ്ങളിൽ അവൾക്ക് വയറുവേദന ഉണ്ടാകുമെന്ന്. ഒന്നുകൂടെ നീലിമയെ നോക്കിയിട്ട് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി അനന്തൻ. അമ്പലത്തിൽ പോയവരെല്ലാം തിരിച്ചു വന്നപ്പോഴത്തേക്കും നീലിമ ഉറക്കത്തിൽ തന്നെയായിരുന്നു. അനന്തൻ നീലിമ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ അവൻ കടയിലേക്ക് പോയില്ല. അമ്മുവിനെയും അമ്മയെയും കണ്ടതും അനന്തൻ അവരോട് പറഞ്ഞിട്ട് കടയിലേക്ക് പോകാൻ ഇറങ്ങി. ബൈക്കിനടുത്തേക്ക് നടന്നിട്ട് അനന്തൻ പിന്നെയും അകത്തേക്ക് കയറി വന്നു. എന്താടാ
വെളിയിലേക്ക് പോയവൻ പോടുന്നതിനെ തിരിച്ചു വന്നത് കണ്ടുകൊണ്ട് സുഭദ്ര ചോദിച്ചു. അതമ്മേ, അവൾക്ക് സുഖമില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് അമ്മ ഇപ്പോൾ അവളെ വിളിക്കാൻ നിൽക്കണ്ട. അത്രയും പറഞ്ഞിട്ട് സുഭദ്രയെ നോക്കിയതും അവർ കണ്ണും തള്ളി അനന്തനെ നോക്കി നിൽക്കുന്നുണ്ട്. തൊട്ട് ബാക്കിലായി അമ്മുവും അതേ അവസ്ഥയിൽ നിൽക്കുന്നു. എന്താമ്മ ഇങ്ങനെ നോക്കുന്നേ? അനന്തൻ അവിടെ നോട്ടത്തിൽ ഒന്ന് ചമ്മിയെങ്കിലും കുറച്ച് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല എന്റെ മോനെ, ഇങ്ങനെ നോക്കാൻ തോന്നി. അവര് ചിരിയോടെ പറയുമ്പോൾ ഗൗരവം ഒട്ടും കുറയ്ക്കാതെ തന്നെ ഒന്ന് മൂളിട്ട് അനന്തൻ വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോഴും അവന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. ആനന്ദിന്റെ ബൈക്ക് മുറ്റത്ത് നിന്നും പോകുന്നത് അറിഞ്ഞതും സുഭദ്ര തിരിഞ്ഞ അമ്മുവിനെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞില്ലമ്മേ, ഏട്ടൻ നീലുവിനെ സ്നേഹിച്ചു തുടങ്ങുമെന്ന്. അതുപോലെ നീലുവിനും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മുമ്പത്തെ പോലെ ആനന്ദേട്ടനും വട്ടാക്കുന്ന കാര്യങ്ങൾ മോള് ചെയ്യുന്നതുമില്ല. സുഭദ്രമ്മ ചിരിയോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. അമ്മ മനസ്സിലിപ്പോൾ ഏട്ടന്റെയും നീലുവിന്റെയും കാര്യത്തിലുള്ള ടെൻഷൻ അങ്ങനെ ഒഴിഞ്ഞു. ഇനി ഗൗരിയേട്ടത്തേക്ക് എന്തായിരിക്കും എന്നോട് പറയാനുണ്ടാവുക? അമ്മ ആലോചന നിൽക്കുമ്പോഴാണ് അജുവും അമ്മുവിന്റെ അച്ഛനും കൂടെ കയറി വരുന്നത്. ആ മോളെ, അച്ഛൻ ഒരു ചായ എടുക്ക്, ശിവരാമൻ സെറ്റിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ഇപ്പൊ എടുക്കാമെന്നും പറഞ്ഞ അമ്മ അടുക്കളയിലേക്ക് നടന്നു. എടി അമ്മോ, എനിക്കും കൂടെ എടുത്തരേ ഒരു ഗ്ലാസ് ചായ, അജു ഉറക്കെ വിളിച്ചു പറയുമ്പോൾ വേണേൽ ചെന്ന് ഇട്ട് കുടിക്കും പറഞ്ഞിട്ട് അമ്മ അടുക്കളയിലേക്ക് തന്നെ പോയി. അവളുടെ പാർസൽ കേട്ട അജു അവൾക്ക് പുറകെ പോകാൻ തുടങ്ങിയതും ശിവരാമൻ അവനെ തടഞ്ഞു. എനിക്കും കൂടെ കിട്ടുന്ന ചായ ഇല്ലാതാക്കാനാണോ നീ അങ്ങോട്ട് പോകുന്നത്? ഇട്ടുകൊണ്ട് വന്നാൽ കുടിച്ചാൽ മതി, ഇല്ല കുടിക്കണ്ട, അയാൾ പറഞ്ഞിട്ട് റൂമിലേക്ക് തന്നെ കയറിപ്പോയി. ഇവിടെ എനിക്കൊരു ചായ ചോദിക്കാൻ പോലും അവകാശമില്ലേ? അച്ഛന്റെ പുറകെ ചെന്നുകൊണ്ട് അജു ചോദിച്ചു. ഇല്ല. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് മറുപടിയും വന്നു. ഇങ്ങേരെന്റെ അച്ഛൻ തന്നെയാണോ? അമ്മായിയുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, ഒന്നുമില്ലേലും ആ പെൺപിള്ളേരെ വായി നോക്കിയെങ്കിലും ഇരിക്കായിരുന്നു. അജു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന അമ്മുവിനെ കണ്ട അവന്റെ മുഖം ഇഞ്ചി കടിച്ചതുപോലെയായി. എന്തേ? അമ്മ പുരികമുയർത്തി ചോദിച്ചു. ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി അജു. എന്നാ ഈ ചായ ഇങ്ങ് കുടിച്ചോ, ആ ചമ്മൽ അങ്ങ് മാറട്ടെ. അമ്മു അവന്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുത്തോണ്ട് പറഞ്ഞു. അവൻ ആ ചായയുമായി പതിയെ അവന്റെ റൂമിലേക്ക് നടന്നു. താൻ അവിടെ നിന്നാൽ അവൾ തന്നെ വാരും, എന്തിനാ വെറുതെ. അമ്മു അജു പോന്ന് നോക്കി എന്നിട്ട് ചായയുമായി അച്ഛന്റെയും അമ്മയുടെയും റൂമിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞത് വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ മനുഷ്യ? സുഭദ്ര ശിവരാമന്റെയും അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. കുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഒന്നും നടത്തിയില്ലല്ലോ, അതിന്റെ കാര്യം പറഞ്ഞതാ ഞാൻ. അതൊക്കെ അവനോടും മോളോടും ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി ഭദ്രേ. ആ എന്നാ അവൻ വരട്ടെ. സുഭദ്ര ഒന്നുകൂടെ അയാളോട് ചോദിച്ചു. അത് മതിയിടും, അയാൾ ചെറു ചീറ്റോടെ അവരോട് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് വരാലോ അല്ലേ? അമ്മ വാതിൽക്കൽ നിന്നോണ്ട് വിളിച്ചു ചോദിച്ചു. ഇങ്ങോട്ട് കയറി വാടി കാന്താരി, ശിവരാമൻ ചെറു ചീറ്റോടെ അമ്മുവിനോട് പറഞ്ഞു. അമ്മുവും ഒന്ന് ചിരിച്ചിട്ട് ചായയുമായി അകത്തേക്ക് വന്നു. രണ്ടുപേർക്കും ചായ കൊടുത്തിട്ട് അമ്മ പുറത്തേക്ക് നടന്നു. ഭദ്രേ, നീ പോയി കഴിക്കാനുള്ളതൊക്കെ ചൂടാക്കാൻ നോക്ക്, ശിവരാമൻ പറഞ്ഞതും ഭദ്ര പതിയെ റൂമിന് വെളിയിലേക്ക് നടന്നു. അമ്മവും സുഭദ്രയും ചേർന്ന് കറിയൊക്കെ ചൂടാക്കി എല്ലാം ഡൈനിങ് ടേബിൾ എടുത്തു വെച്ചു. ആ അമ്മോ, നീലുമോളെ വിളിച്ചിട്ട് വാ, എന്തേലും കഴിച്ചിട്ട് കിടക്കാന്ന് പറ. സുഭദ്ര പറഞ്ഞതും അമ്മ നീലമ്മ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. നീലമ്മയെ വിളിച്ച് കഴിക്കാൻ പറഞ്ഞു. കുറച്ച് ക്ഷീണത്തോടെ നീലമ്മ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയിട്ട് കഴിക്കാൻ ചെന്നു. തലവേദന കുറവുണ്ടോ മോളെ? നീലമ്മ കഴിക്കാൻ വന്നതും ശിവരാമൻ ചോദിച്ചു. ആ കുറവുണ്ടമ്മാവ, നീലമ്മ ചെറു ചേരിയോടെ പറഞ്ഞിട്ട് കഴിക്കാനായിരുന്നു. സുഭദ്ര അപ്പോഴേക്കും നീലമ്മയ്ക്ക് കഴിക്കാൻ പ്ലേറ്റിലേക്ക് ആഹാരം വിളമ്പുകയും ചെയ്തു. ആനന്ദം താമസിക്കോ ഭദ്രേ? ഏട്ടൻ ലേറ്റ് ആകുമെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു അച്ഛാ. ശിവരാമൻ ചോദിച്ചതിന് മറുപടി അജുവാണ് പറഞ്ഞത്. അമ്മാവൻ ചോദിച്ചപ്പോഴാണ് നീലമ്മയ്ക്ക് ആനന്ദിന്റെ കാര്യം ഓർമ്മ വന്നത്. അയ്യോ, ഞാൻ സത്യത്തിൽ ആനന്ദേട്ടന്റെ കാര്യം മറന്നു. അപ്പോഴൊക്കെ എന്ത് വിചാരിച്ച് കാണും? നീലമ്മ പതിയെ അപ്പയെന്ന് നോക്കി. നീലിമയുടെ മനസ്സറിഞ്ഞ പോലെ സുഭദ്ര രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു. അത് മതിയായിരുന്നു നീലിമയ്ക്കും. ഞാൻ നോക്കട്ടെ എന്നാ പറഞ്ഞതമ്മേ, അല്ലാതെ തരാന്നല്ല. ചേച്ചിയുടെ അമ്മ വാക്ക് പറയാൻ ആരാ പറഞ്ഞേ? അടുത്ത മാസം വിനിക്കുടന് ഫീസ്, പിന്നെ വീടിന്റെ ലോൺ, പിന്നെ ഞാൻ പഠിക്കാനെടുത്ത ലോൺ എല്ലാം അടയ്ക്കണം. അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ ഇവിടുന്ന് പൈസ ഒപ്പിച്ചു തരുമെന്നാ? അത്രയും പൈസ? അഞ്ചു ദേഷ്യത്തോളാ പറഞ്ഞു. അതൊക്കെ ശരി തന്നെ അഞ്ചു, നീ നോക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി നിന്റെ കയ്യിൽ പൈസ കാണുമെന്ന്. അവൾക്ക് ഒരാവശ്യം വന്നാൽ നമ്മളല്ലേ മോളെ സഹായിക്കേണ്ടത്? അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഞാൻ എനിക്കാവുന്ന വിധം ഞാൻ സഹായിക്കുന്നുണ്ട്. അമ്മ ചേച്ചിയോട് പറഞ്ഞേരെ, ഒരാളെ കൂട്ടുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന്. ചേച്ചിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തന്നെയാണ് അച്ഛൻ കെട്ടിച്ചു വിട്ടത്. അച്ഛൻ മരിച്ചതിൽ പിന്നെ എത്ര പ്രാവശ്യം അമ്മയെ സോപ്പിട്ട് ചേച്ചി എന്തൊക്കെ വീട്ടിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്നു. അതുമാത്രം നമ്മുടെ വീടിന്റെ ആദരം വരെ അമ്മ എന്നോടും വിനുവിനോടും ചോദിക്കാതെ ചേച്ചിക്ക് പണയം വെക്കാൻ കൊടുത്തില്ലേ? അതിന്റെ ലോണും ഞാൻ തന്നെയാണ് അടയ്ക്കുന്നത് എന്ന് അമ്മ മറക്കരുത്. അമ്മയ്ക്ക് എപ്പോഴും ചേച്ചിയുടെ ചിന്ത മാത്രമേ ഇടും. ഞാനും വിനുവും ഒക്കെ അമ്മയ്ക്ക് ആരുമല്ല. ഇനി ഇതും പറഞ്ഞ് എന്നെ അമ്മ വിളിക്കണ്ട. കേൾക്കാനുള്ളതൊക്കെ ചേച്ചി അമ്മയുടെ അടുത്തിരുന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്നാ ശരി, ഞാൻ ഫോൺ വയ്ക്കുക. അമ്മ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ കഴിച്ചെന്ന് എനിക്ക് സുഖമാണെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? വിളിക്കുമ്പോൾ എല്ലാം പൈസയുടെ കണക്കുകൾ മാത്രം. അതും പറഞ്ഞ് അഞ്ചു അമ്മയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തിട്ട് കണ്ണ് തുടച്ചിട്ട് മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറാൻ തിരിഞ്ഞത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അഞ്ചു ഒന്ന് ഞെട്ടി.